ഉച്ചവിളാകത്തെ ഉരുവം ഭാഗം 10. ഇക്കുറി ഇടവപ്പാതി നേരത്തെ എത്തി. ഉച്ചളത്ത് തോട് നിറഞ്ഞു കവിഞ്ഞ് പണയിലും പാടത്തുമൊക്കെ വെള്ളം കയറി. അക്കരെയുള്ള മേലേപ്പറയിൽ നിന്നും ഊറിയിറങ്ങുന്ന അരുവി കുറെ നീർച്ചാലുകൾ കൂടിച്ചേർന്നാണ് ഉച്ചളത്ത് തോടാവുന്നത്. പിന്നീട് പുഴയിൽ ചേർന്ന് അറബിക്കടലിൽ അവസാനിക്കും. ഓരോ നാട്ടിലും തോടിന് ഓരോ പേരാണ്. ഉച്ചവിളാകത്തുകാർക്ക് അത് ഉച്ചളാത്ത് തോടാണ്. മഴക്കാലമായാൽ തോട്ടിൽ മീൻ പിടിക്കാൻ ഒരുപാട് പേർ വരും. വലിയ നെടുമീനിനെ പിടിക്കണമെങ്കിൽ രാത്രി വരെ കാക്കണം. രാത്രിയാകുമ്പോഴാണ് നെടുമീൻ മാളത്തിൽ നിന്നും പുറത്തിറങ്ങുന്നത്. വീട്ടിലുണ്ടെങ്കിൽ കുമാരനും മീൻ പിടിക്കാൻ ഇറങ്ങും. കുമാരന്റെ വാലായി പപ്പനും. മിന്നൽ വേഗത്തിലാണ് നെടുമീൻ ചാടുന്നത്. നിമിഷ നേരം കൊണ്ട് വെട്ടണം. ചിലപ്പോൾ നീളൻ വാല് ചുഴറ്റി അടിക്കും. വലിയ വെട്ടുകത്തിയുമായാണ് കുമാരൻ മീൻ വേട്ടയ്ക്കിറങ്ങുന്നത്. കുമാരന്റെ ഉന്നം പിഴയ്ക്കാറില്ല. അത് ആ നാട്ടിൽ പാട്ടാണ്. മാളത്തിൽ നിന്നും ഇര പിടിക്കാനായി നെടുമീൻ ചാടുന്നതും കുമാരന്റെ വെട്ടുകൊള്ളുന്നതും നിമിഷങ്ങൾ കൊണ്ടാണ്. പിന്നെ ഒരു പിടച്ചിലാണ്. ചെളി കലങ്ങുന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നറിയാൻ കുറച്ച് കാക്കേണ്ടി വരും. പക്ഷേ കുമാരൻ ഉറപ്പാണ് അയാളുടെ വെട്ട് പാഴായില്ലെന്ന്. 20 മീൻ വരെ കിട്ടിയ ദിവസമുണ്ട്. 2 മീൻ അയാൾ എടുക്കും. ബാക്കി എല്ലാവർക്കും കൊടുക്കും. മീൻ കിട്ടാത്തവർക്കും നിരാശപ്പെടേണ്ടി വരില്ല. എല്ലാവർക്കും കിട്ടിയെന്നുറപ്പായാൽ അന്നത്തെ വേട്ട അവസാനിക്കും. പിന്നെ പാതി ജോലി സുലോചനയ്ക്കും കൂടിയാണ്. മീനിന്റെ തൊലി ഉരിഞ്ഞെടുക്കണം. തോട്ടുമീൻ ആയതുകൊണ്ട് വഴുക്കൽ കൂടുതലായിരിക്കും. അതിന് കുമാരന്റെ പൊടിക്കൈയുണ്ട്. മീനിന്റെ ദേഹം മുഴുവൻ ചാരം തേക്കും. എന്നിട്ട് നന്നായി കഴുകിയെടുക്കും. പിന്നെ കുരുമുളകും പെരിഞ്ചീരകവും മുളകുപൊടിയും ഒക്കെ പാകത്തിന് ചേർത്ത് പൊരിച്ചെടുക്കും. പപ്പൻ അടുക്കളയിൽ നിന്നും മാറാതെ കറങ്ങി നടക്കും. ആദ്യത്തെ കഷ്ണം അവനുള്ളതാണ്. നെടുമീൻ കിട്ടുന്ന ദിവസം പുത്തൻ വീട്ടിലെ അത്താഴം അർദ്ധരാത്രിയിലാണ്. നാരായണപിള്ള മാത്രം നേരത്തേ ഉറങ്ങും. അമ്മയ്ക്കുള്ള പങ്ക് സുലോചന എടുത്തുവെക്കും. പിറ്റേന്ന് പഴങ്കഞ്ഞി കൂട്ടിയാണ് നാരായണപിള്ള നെടുമീൻ പൊരിച്ചത് കഴിക്കുന്നത്. പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്ദി പണിപ്പെട്ടാണ് കഴിക്കുന്നത്. എന്നിട്ട് മോണ കാട്ടി കുസൃതി ചിരിയും പാസാക്കും. മുമ്പെപ്പോഴോ നെടുമീനിനെ പിടിക്കുമ്പോൾ അത് വാലുകൊണ്ട് കുമാരനെ അടിച്ച കാര്യം പറഞ്ഞ് അയാളെ കളിയാക്കും. മഴ തിമിർത്ത് പെയ്യുന്നു. പുത്തൻ വീടിന് പേരിൽ മാത്രമേ പുത്തനുള്ളൂ. വീടിന് നല്ല പഴക്കമുണ്ട്. തടി കൊണ്ടുള്ള മച്ചിൽ പലയിടത്തും വിള്ളലുണ്ട്. ഓടുമേഞ്ഞ മേൽക്കൂരയിൽ അവിടവിടെയായി പൊട്ടൽ കാണാം. ഓരോ മഴക്കാലത്തും കുമാരൻ സുലോചനയ്ക്ക് വാക്കുകൊടുക്കും. ഇക്കുറി എന്തായാലും പൊളിച്ചു പണിയാം, ഓടുമാറ്റാം. ഒന്നും നടക്കാറില്ല. ഓരോ വർഷാവസാനവും കുമാരൻ മിച്ചം പിടിക്കുന്ന പണം ഏതെങ്കിലും രീതിയിൽ ചെലവാകും. പിന്നെ ലുപ്തിച്ച് ചെലവാക്കേണ്ടി വരും. തിണ്ണയിലിരുന്ന് മഴ കണ്ടിരുന്ന അയാൾ നെടുവീർപ്പിട്ടു. ഒരു കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നു. പെട്ടെന്ന് അകത്തുനിന്നും സുലോചനയുടെ ശബ്ദം. അണ്ണാ, അണ്ണൻ തേയിലവെള്ളം വേണോ? അയാൾക്ക് ചിരി വന്നു. ഇതിപ്പോ ആദ്യത്തെ അനുഭവമല്ലല്ലോ. ആ വേണം പെണ്ണേ. അവൾ കട്ടൻ ചായയുമായി വന്നു. 2 പേരും കട്ടൻ ചായയും കുടിച്ച് മഴ കണ്ടിരുന്നു. അണ്ണാ, എന്തടി? നിങ്ങൾ ഇനി തെക്കതിന്റെ കാര്യം ആലോചിച്ചിരിക്കരുത് കേട്ടാ. അടുത്ത ആഴ്ച ചക്കളത്തെ കണിയാൻ വരുമെന്നാണ് കേട്ടത്. അവന്മാരെന്തെങ്കിലും കാണിക്കട്ടെ. അണ്ണൻ ആ വഴിക്ക് പോണ്ട. അന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. സുരേഷിന്റെ വണ്ടി പറയാം. ഇവിടെ നിന്നാ നിങ്ങൾ രാവിലെ തെക്കതിലോട്ട് വച്ച് പിടിക്കും. പിന്നെ നിലവിളിയായിരിക്കും. ബാക്കിയുള്ളവന്റെ മനസ്സമാധാനമാണ് പോണത്. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ അണ്ണാ. എവിടെ പോവാൻ? അമ്മച്ചി ഇന്നാളൂടെ പറഞ്ഞു പപ്പനവന്റെ കോവിലിൽ പോണമെന്ന്. എനിക്കും പോണമെന്നുണ്ട്. ആറ്റുവ കോവിലിലും പോണം. കുമാരൻ ഒന്നും മിണ്ടിയില്ല. തന്നെ തൽക്കാലത്തേക്ക് നാട്ടിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സുലോചനയുടെ അടവാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ചിരിച്ചു. എടി അഴുക്ക പെണ്ണേ, എനിക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയേക്കാം. അമ്മച്ചിയെ കൊണ്ട് പറ്റുമോ ഇത്രയും ദൂരെയൊക്കെ വരാൻ? കൊള്ളാം. അമ്മച്ചി ഇതറിഞ്ഞ ചാടി ഇറങ്ങും. അവരുടെ ആളുകൾ മുഴുവൻ അവിടെ അല്ലേ ഉള്ളത്. അണ്ണൻ സുരേഷിൻ്റെ കൂടെ വരാൻ പറ. കുമാരൻ സമ്മതം മൂളി. അന്ന് ഉറക്കത്തിൽ കുമാരൻ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. പ്രായം ചെന്ന ഒരു മനുഷ്യൻ മണ്ണ് കുഴിച്ചു കുഴിച്ചു പോകുന്നു, തുരങ്കം പോലെ. അയാൾ ഒരു പാട്ടും പാടുന്നുണ്ട്. അക്കരത്തെ കാട് മൊത്തം വാന്തി വാന്തി തീർക്കനടോ, ഇക്കരത്തെ നാട് മൊത്തം വിറ്റ് വിറ്റ് തൊലയ്ക്കനടോ, നടുക്കൊരു കൊതിയൻ വന്ന് എത്തി എത്തി നോക്കനടോ, അവൻ്റെല് വാത്തല മുറ്റിയ കത്തിയൊന്നിരിക്കനടോ.
രാവിലെ ജോലിക്കിറങ്ങുമ്പോൾ കുമാരന്റെ മനസ്സിൽ മുഴുവൻ ഈ വരികളായിരുന്നു. എത്ര ആലോചിച്ചിട്ടും പിടുത്തം തരാത്ത വരികൾ.